മക്കളെ അപ്പൊ ഇതാ ക്രിസ്മസ് എക്സാം എത്തി. അപ്പൊ എല്ലാവരും അതിന്റെ ഒരു ടെൻഷൻ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. ഇപ്പൊ പുതിയതായി പഠിക്കാനുള്ള ഒരു സമയവും നമുക്കില്ല, സമയമൊന്നുമില്ല. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു പരീക്ഷയെ കാണുക. കാരണം നമ്മളെ ബോർഡ് എക്സാമിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ഒരു ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താ മിസ്സേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. 1 മാർക്ക് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഫുൾ മാർക്ക് പോവാം, A+ പോവാം, അങ്ങനെ എന്തും പോവാം. യെസ്, ഇനി കിട്ടാനാണെങ്കിൽ ഇത് എന്തും കിട്ടാനും എളുപ്പമുള്ള ഒരു സംഭവമാണ് 1 മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമാണ് 1 മാർക്ക് ക്വസ്റ്റൻ. നമുക്ക് ഒന്നും എക്സ്ട്രാ എഴുതി ഇത് ഇങ്ങനെ ആവാം അങ്ങനെ ആവാന്നൊന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങനെ മറ്റേ തെങ്ങിൽ കെട്ടിയ പശുവിന്റെ കാര്യമൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പൊ കൃത്യ പോയിന്റ് എന്താണോ അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following produces chemical substances needed for the inflammatory responses? അതായത് നൽകിയിരിക്കുന്നവയിൽ നിന്നും വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ് ആൻസർ. ഏതാണ് നമ്മുടെ ഈസിനോഫിൽ ആണ് അല്ലെ. യെസ്, ആ കെമിക്കൽസിനെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ ബ്ലഡ് ഇതൊക്കെ നമ്മുടെ വെസൽസ് ഒക്കെ ഡയലേറ്റ് ചെയ്താൽ അങ്ങോട്ട് എത്തുന്നത് മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്ന ചോദ്യം കണ്ടോ, നിങ്ങൾ ട്രാപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് വേണ്ട കെമിക്കൽ സബ്സ്റ്റൻസുകളെ ഉണ്ടാക്കുന്നത്. കാരണം പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പോൾ മോണോസൈറ്റും ന്യൂട്രോഫിലും അല്ലേന്ന് തോന്നുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, കെമിക്കൽ സബ്സ്റ്റൻസ് ആരുണ്ടാക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. രാസവസ്തുക്കളെ ഉണ്ടാക്കുന്നത് ആരാണ്? ഈസിനോഫിലാണ്. അടുത്തത് കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ ബൈ യൂസിംഗ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ് പ്രൊവൈഡഡ്. അതായത് ഈ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കറക്റ്റ് പദങ്ങളെ അനുയോജ്യമായി തെരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ്. ഓക്കെ, ബ്രിഞ്ചോൾ ആണ്. അപ്പൊ പാത്തജനോ? അപ്പൊ പാത്തജൻ ആരായിരിക്കടാ? ബാക്ടീരിയം അല്ലെ. ബാക്ടീരിയം ആണ് ബ്രിഞ്ചോളില് എന്ത് രോഗം ഉണ്ടാക്കുന്നത്? അത് T ആണെന്ന്. ബാക്ടീരിയ ആണ്. വഴുതന കണ്ടാൽ വഴുതനക്ക് എന്താണ്? ഡിസീസ് അല്ലെങ്കിൽ വാട്ടരോഗം ബാക്ടീരിയ ആണ്. അപ്പൊ ഇതില് ഏതും ചോദിക്കാം. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട് ചോദിക്കാം, ക്വിക്ക് വിൽട്ട് ഓഫ് പെപ്പർ ചോദിക്കാം. അപ്പൊ ഏതും ചോദിക്കാം. ഏതിന്റെ ആണെങ്കിലും പാത്തജനെ അറിഞ്ഞിരിക്കണം, അതുണ്ടാക്കുന്ന രോഗം ഏതാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു DNA പ്രൊഫൈലിംഗ്. അതായത് DNA പ്രൊഫൈലിംഗ് അഥവാ DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ദ ടെക്നോളജി ബൈ വിച്ച് ദ പൊസിഷൻ ഓഫ് എ ജീൻ റെസ്പോൺസിബിൾ ഫോർ എ പെർട്ടിക്കുലർ ട്രേറ്റ് ഇൻ DNA ക്യാൻ ബി ലൊക്കേറ്റഡ്. അതായത് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിനെ നമ്മുടെ DNA കൃത്യമായിട്ട് ആ സ്ഥാനം എവിടെയെന്ന് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണോ DNA ഫിംഗർ പ്രിന്റിംഗ്? അല്ല, അത് ജീൻ മാപ്പിംഗ് ആണല്ലോ. അപ്പൊ തെറ്റാണ്, അത് തെറ്റാണ്. ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA. അതായത് നമ്മുടെ DNA-ല് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണോ? അതെ, അത് ശരിയാണ്. അടുത്തത്, ദ ടെക്നോളജി ബൈ വിച്ച് ഡിസൈറബിൾ ചേഞ്ചസ് ആർ മെയ്ഡ് ഇൻ ജനറ്റിക് മേക്കപ്പ്. അതായത് അഭിലഷണീയമായ തരത്തിൽ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യ ഇതല്ല, അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് അല്ലെ. ലാസ്റ്റ് എന്താണ്? ദ ടെക്നോളജി ഓഫ് റീപ്ലേസിംഗ് ഡിസീസ് കോസിംഗ് ജീൻസ് ബൈ നോർമൽ ഫങ്ഷണൽ ജീൻസ്. അതായത് രോഗം ഉണ്ടാക്കുന്ന ജീനിനെ അവിടെ നിന്ന് നീക്കം ചെയ്ത് അവിടേക്ക് ഒരു പ്രവർത്തനക്ഷമമായ ജീനിനെ വെച്ചു കൊടുക്കുന്നത്. അതെന്താണ്? അത് ജീൻ തെറാപ്പി ആണ്. അപ്പൊ അത് ഇതുമല്ല. അതുകൊണ്ട് ഓപ്ഷൻ 2 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ എ വൈറസ് ബൈ യൂസിംഗ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റേഴ്സ് from the following: പ്രോട്ടീൻ കോട്ട്, മൈറ്റോകോൺഡ്രിയൻ, DNA, ന്യൂക്ലിയസ്. വളരെ എളുപ്പം. എന്താ ചെയ്യേണ്ടത്? ഒരു പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു, അതിന്റെ കൂടെ തന്നെ ഒരു DNA നമ്മൾ ഇങ്ങോട്ട് വരച്ചു. ആവരണത്തിന്റെ ഉള്ളില് ജനിതക വസ്തു, ജനറ്റിക് മെറ്റീരിയൽ, DNA ആവാം, RNA ആവാം, അത്ര മാത്രമാണ്. സുഖാലേ, 2 സാധനം തന്നിട്ടുണ്ട്, അത് ഇങ്ങോട്ട് എടുത്ത് വരച്ച് എഴുതേണ്ട കാര്യമുള്ളൂ. ഒരു മാർക്ക് എത്ര ആലോചിച്ച് വരയ്ക്കുകയും കൂടി വേണ്ട. ഇത് എങ്ങനെ വരയ്ക്കുക, എത്ര സൈഡ് വേണമെന്നും കൂടി ആലോചിക്കേണ്ട, അത് തന്നെ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് മിസ്മാച്ചിങ് ബ്ലഡ് ഇസ് റിസീവ്ഡ്, ബ്ലഡ് ക്ലോട്ട്സ്, the reason is. അതായത് യോജിക്കാത്ത രക്തം സ്വീകരിച്ചാൽ രക്തം കട്ട പിടിക്കാൻ കാരണം എന്താണ്? അത് ഇത്രയേ ഉള്ളൂ. എന്താണ്? കൊടുക്കുന്ന ആളുടെ ആന്റിജനും വാങ്ങുന്ന ആളുടെ ആന്റിബോഡിയും തമ്മിലാണ് റിയാക്ട് ചെയ്യുക. അതായത് ആരാണോ കൊടുക്കുന്ന ആളുടെ ആന്റിജൻ. അപ്പൊ ആന്റിബോഡി വിട്ടേക്കാം. ആന്റിബോഡി ഓഫ് റിസീവ്ഡ് ബ്ലഡ് ആൻഡ് ആന്റിബോഡി ഓഫ് എന്താ പറയാ റെസിപ്പിയന്റ് അല്ല, അതെന്തായാലും തെറ്റാണ്. ആന്റിജൻ ഓഫ് ദ റിസീവ്ഡ് ബ്ലഡ് ആൻഡ് ആന്റിജൻ ഓഫ് ദ റെസിപ്പിയന്റ് അല്ല, രണ്ടും ആന്റിജൻ അല്ല, തെറ്റാണ്. ആന്റിജൻ ഓഫ് ദ റിസീവ്ഡ് ബ്ലഡ് ആൻഡ് ആന്റിബോഡി ഓഫ് ദ റെസിപ്പിയന്റ് ആണോ? ആന്റിജൻ ആണോ? അടുത്തതും കൂടി നോക്കാം. ദ ആന്റിബോഡി ഓഫ് ദ റിസീവ്ഡ് ബ്ലഡ് ആൻഡ് ആന്റിജൻ ഓഫ് ദ റെസിപ്പിയൻസ് ബ്ലഡ് will react. ആണോ? റെസിപ്പിയന്റിന്റെ ആന്റിജൻ ആണോ റിയാക്ട് ചെയ്യുന്നത്? അല്ല. So the right answer is option C അല്ലേ? ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. അതായത് കൊടുക്കുന്ന ആളുടെ. അപ്പൊ ഇതിൽ റിസീവ്ഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ശരിക്കും സംശയം വരും, റിസീവ് ചെയ്യുന്ന ആളാണോ? റിസീവ്ഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ആരുടെ ബ്ലഡ് റിസീവ് ചെയ്ത്? കൊടുത്ത ആളുടെയാണ്. ശരിക്കും ഇത് ഭയങ്കര ഇങ്ങനെ ഒന്നിങ്ങനെ കുഴപ്പിക്കാനുള്ള. അപ്പൊ നൽകുന്ന, അതിന്റെ മലയാളം വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. നൽകുന്ന ആളുടെ ആന്റിജനും സ്വീകരിക്കുന്ന ആളുടെ ആന്റിബോഡിയുമാണ് പ്രതിപ്രവർത്തിച്ച് അവിടെ രക്തം കട്ട പിടിക്കുന്നത്. അടുത്ത ചോദ്യം, സെലക്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്.
യൂസസ്. Easy. കെരാറ്റിൻ, സ്യൂബറിൻ, ക്യൂട്ടിൻ. അയ്യടാ ഇത്ര കെരാറ്റിനടാ. ആ. കെരാറ്റിൻ അല്ലേ നമ്മുടെ സ്കിൻ ഉണ്ടാവില്ലേ, നമ്മുടെ ത്വക്കിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ആണ് കെരാറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി എല്ലാം നമ്മൾ പഠിച്ചത് എവിടെയാ? കോശഭിത്തി, നമ്മുടെ സെൽ വാള്, പ്ലാന്റ്സിലാണ് നമ്മൾ പഠിച്ചത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇത് ശരിക്കും ഈ ഓഡ് വൺ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഓഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡ് വൺ സെലക്ട് ചെയ്തിട്ട് അത് എന്തുകൊണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അതെ. പിന്നെ അതിന്റെ പാറ്റേൺ മാറി ഓഡ് വൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ ഫീച്ചർ എന്താണ്? അപ്പൊ ബാക്കിയുള്ളവർ എവിടെയാണ്? ബാക്കിയെല്ലാം സെൽ വാളിൽ കാണുന്ന കോമ്പണൻസ് ആണ്. ഓക്കെ, സെൽ വാളിൽ കാണുന്ന കോമ്പണൻസ് ആണ്. ഓക്കെ, ഇല്ല കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which among the following statements are true? The technology of altering the arrangement of nucleotide is gene mapping. വീണ്ടും അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. അതാണോ ജീൻ മാപ്പിംഗ്? അല്ലല്ലോ, തെറ്റല്ലേ? അത് തെറ്റാണല്ലേ. അതായത് ഒരു DNA ജീനിന്റെ സ്ഥാനം കണ്ടുപിടിക്കാനാണ് ജീൻ മാപ്പിംഗ് ഉപയോഗിക്കുക. ബാക്ടീരിയൽ DNA is used as vectors in genetic engineering. ശരിയല്ലേ? അല്ലെ, ബാക്ടീരിയയുടെ DNA നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിന് ഒരു വെക്ടർ ആയിട്ട്, വാഹകരായിട്ട് ഉപയോഗിക്കുന്നു. The technology used to locate the position of gene is called DNA profiling. അതായത് ഒരു DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് DNA profiling വഴി അല്ല, തെറ്റാണ്. Medicines are extracted from the blood and milk of farm animals. അതായത് മരുന്ന് തരുന്ന മൃഗങ്ങളുടെ രക്തത്തിൽ നിന്നും പാലിൽ നിന്നുമാണ് നമ്മൾ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിയല്ലേ? അതും ശരിയാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. Observe the word relation and fill up. Retina photoreceptors. ബേസിലാർ മെംബ്രെയിനിൽ എവിടെയാണടാ? ചെവിയാണെങ്കിൽ എവിടെയായിരിക്കും? എന്ത് റിസെപ്റ്റേഴ്സ് ആയിരിക്കും? ഓഡിറ്ററി റിസെപ്റ്റേഴ്സ്. ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന, അയ്യോ മലയാളം ഞാൻ മറന്നു മിസ്റ്റർ. ഓഡിറ്ററി റിസെപ്റ്റർ പ്രകാശം, ഞാൻ അങ്ങനെയാണ്. പ്രകാശഗ്രാഹി കോശങ്ങളും പിന്നെ ശബ്ദഗ്രാഹി കോശങ്ങളാണോ? ശബ്ദഗ്രാഹികളായിരുന്നോ? ആണല്ലേ. യെസ്, എന്തായാലും അത് എഴുതി വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് അത് കിട്ടുന്നില്ല. മലയാളം അല്ലടാ, നിങ്ങൾ ഗ്രേറ്റ് ആണോടാ മലയാളം പഠിക്കുന്നവർ. ശരിക്കും അത് ശരിക്കും സമ്മതിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള വാക്കുകൾ അത് എഴുതാനും അത് ഓർത്ത് വെക്കാൻ അത്യാവശ്യം നല്ല പണിയാണ്. ഓക്കെ, ഇത് വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മിസ്സേ. അടുത്തത്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് വൈറസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ഡു എക്സ് ആൻഡ് വൈ ഇൻഡിക്കേറ്റ്? നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചതാണ്. എക്സ് എന്താണ്? പ്രോട്ടീൻ കോട്ട് ആണല്ലേ. വൈ എന്ന് പറയുന്നത് ജനിതക വസ്തു, ജനറ്റിക് മെറ്റീരിയൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ RNA ഓർ DNA എന്ന് എഴുതാം. RNA എഴുതിയാലും ശരി തന്നെയാണ്. RNA ഓർ DNA എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ജനറ്റിക് മെറ്റീരിയൽ അഥവാ ജനിതക വസ്തു എന്ന് എഴുതിയാൽ മതി. ഓക്കെ, കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. അതായത് അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാറ്റി എഴുതാനാണ്. ആന്ത്രാക്സ് ഇസ് കോസ്ഡ് ബൈ ഫംഗസ്. ആന്ത്രാക്സ് ഉണ്ടാക്കുന്ന ഫംഗസ് ആണോ? അല്ല, അപ്പൊ ഫംഗസിലാണ് അണ്ടർലൈനിങ്. ഏതാണ്? നമ്മുടെ ബാക്ടീരിയ ആണ് ആന്ത്രാക്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് റോങ് ആണ്. Causative organism of diphtheria is bacteria. Diphtheria രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണോ? ആണ്, ശരിയാണ്. ശരിയാണ്. Bud rot of coconut is caused by virus. വൈറസ് ആണോ? അല്ല, ആരാണ്? ഫംഗസ് ആണ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കാണാറുള്ളത്. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെ വരാറുണ്ട്. അടുത്ത ചോദ്യം. സിന്തസിസ് ഓഫ് ദ പ്രോട്ടീൻ ദാറ്റ് ഇംപാർട്സ് കളർ ടു ഹ്യൂമൻ സ്കിൻ ഈസ് കൺട്രോൾഡ് ബൈ ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻ. അതായത് നമ്മുടെ സ്കിന്നിന് പല ടൈപ്പ് കളേഴ്സ് ആണുള്ളത് അല്ലെ. അതായത് എല്ലാവരുടെയും നിറം, ത്വക്കിന്റെ നിറം വ്യത്യസ്തമാണ്. അപ്പം ഈ കളർ കൊടുക്കുന്നത് ഒരു പ്രോട്ടീൻ അല്ലേ? ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ജീൻ അല്ലേ? വിച്ച് ഇസ് ദ പ്രോട്ടീൻ മെൻഷൻഡ് അബവ്? ഏതാണടാ? മെലനിൻ അല്ലേ. മെലനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് അല്ലേ. Yes. What is the term used to indicate different forms of a gene? ഒരു ജീനിന്റെ വ്യത്യസ്ത രൂപങ്ങളെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഒരു പേര് വേണല്ലോ. അലീൽ അല്ലെ വിളിക്കും നമ്മൾ. അലീലുകൾ അല്ലെങ്കിൽ അലീൽസ് എന്ന് പറയും, വിളിക്കുന്നു. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ആസ് പെർ ദ മോഡൽ ഗിവൺ. അപ്പൊ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഫൈലിയറിൽ വർം, ക്യുലെക്സ് മോസ്കിറ്റോ, മാൻ ഫൈലേറിയാസിസ്. ഓക്കെ, അതായത് മന്ദരോഗത്തിന്റെയാണ് കൊടുത്തിരിക്കുന്നത്. അനോഫിലസ് മോസ്കിറ്റോ, അനോഫിലസ് കൊതുക്, മനുഷ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട്. രോഗം ഏതാണ്? മലേറിയ. മലമ്പനി. ഓക്കെ, മലേറിയ മലമ്പനിയാണ്. ഓക്കെ, ഏതാണ് ഇവിടെ ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഓർഗാനിസം പാത്തജൻ രോഗകാരി എന്ന് പറയുന്നത്? പ്ലാസ്മോഡിയം ആണ്. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ അനോഫിലസും ക്യൂലെക്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കുക, പ്ലാസ്മോഡിയം ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു തവണ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഓപ്ഷൻ കൊടുത്തില്ല, മെയിൽ അനോഫിലസ്, ഫീമെയിൽ അനോഫിലസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പെൺകൊതുകുകളാണ് പ്രശ്നക്കാര്, അത് മാറിപ്പോകണ്ട. അതെ, അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നാച്ചുറൽ വെക്ടർ ഓഫ് നിപ്പ വൈറസ്, പിഗ്, ബാറ്റ്, മസ്കിറ്റോ, റാറ്റ്? ഇത്രയും ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടാനേ ഇല്ല. വട്ടിട്ട് മക്കളെ വവ്വാലാണ് പരത്തുന്നത് കേട്ടോ ഈ വൈറസിനെ. വട്ടിടുന്നു, അടുത്ത ദിവസത്തിലേക്ക് പോകുന്നു. റൈറ്റ് ദ യൂസ് ഓഫ് ദ apparatus shown in the figure. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ സാധനം ഉണ്ടാവും. മിസ് ഇപ്പൊ മാറി, ഡിജിറ്റൽ ആണ്.
അതെ. ഇതെന്താ സാധനം? ഇതാണ് സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചിരിക്കുന്ന ഈ ഉപകരണത്തിന്റെ ഉപയോഗം എഴുതാനാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇത്, എന്തിനു വേണ്ടിയിട്ടാണ്? BP അഥവാ നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ചില സമയങ്ങളിലെ സ്ഫിഗ്മോ മാനോമീറ്ററിന് പകരം സ്റ്റെതസ്കോപ്പും ചോദിച്ചു, തെർമോമീറ്ററും ചോദിക്കും, രണ്ടും ചോദിക്കും കേട്ടോ. Okay, the genetic makeup of a plant produced by hybridization experiment conducted by mental on 2 pairs of contrasting traits. Height, shape of the seed is given below. അതായത് മെന്റൽ 2 ജോഡി വിപരീത ഗുണങ്ങൾ, അതായത് ഉയരവും വിത്തിന്റെ ആകൃതിയും ഉൾപ്പെടുത്തി നടത്തിയ വർഗ്ഗസങ്കരണ പരീക്ഷണത്തിൽ ഉണ്ടായ ഒരു ചെടിയുടെ ജനിതക ഘടന ചുവടെ നൽകിയിരിക്കുന്നു. ഓക്കെ, ക്യാപിറ്റൽ D, ക്യാപിറ്റൽ R, സ്മോൾ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. Write the factors which can be present in the gametes formed from this plant. അതായത് ഈ ചെടിയിൽ നിന്നുണ്ടാവുന്ന ബീജകോശങ്ങളിലെ ഘടകങ്ങൾ എഴുതുക. അപ്പൊ ഈ ചെടിയിൽ നിന്നുണ്ടാവുന്ന ബീജകോശങ്ങളിലെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടിക്ക് ക്യാപിറ്റൽ ആർ വേണം, ക്യാപിറ്റൽ ടിക്ക് സ്മോൾ ആറിനെയും വേണം. ഇങ്ങനെയാണ് ബീജകോശങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ്. കാരണം ഈ ഒരു സംഭവം ചോദിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇല്ല. അവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് 2 മാർക്കിനും ചോദിക്കാറുണ്ട്, 1 മാർക്കിനും ചോദിക്കുക, എവിടെയെങ്കിലും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? Select the correct nucleotide that pairs with the given nucleotide in the box. അതായത് നമുക്ക് ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ് തന്നിട്ടുണ്ട്. നൈട്രജൻ ബേസ് ശ്രദ്ധിക്കുക, ഗ്വാനിൻ ആണ്. ഈ G ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക? ഏതാണ്? സൈറ്റോസിനായിട്ട് മാത്രമേ G ബൈൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഏതാണ്? ഈസിയാണ്, വേറെ എവിടെയും C കൊടുത്തിട്ടും കൂടിയില്ല. ഏതാണ്? ഓപ്ഷൻ C ഇസ് ദ റൈറ്റ് ആൻസർ. മറക്കരുത്, G എന്ന് പറയുന്നത് C ആയിട്ടും A എന്ന് പറയുന്നത് T ആയിട്ടുമാണ് ബൈൻഡ് ചെയ്യുക. പക്ഷേ RNA A എന്ന് പറയുന്ന ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? യുറാസിലായിട്ട് ബൈൻഡ് ചെയ്യും. കാരണം T ഇല്ലല്ലോ, അപ്പൊ Tക്ക് പകരം വന്ന യുറാസിലായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ചോദ്യം തന്നെയാണ്. അതായത് DNA തൈമിനാണെങ്കിൽ RNA ഏതാ? യുറാസിൽ ചോദിക്കും. അത് 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ സ്യൂട്ടബിളി. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പും തന്നിട്ടുണ്ട്, ആന്റിജനും ആന്റിബോഡിയും ഏതാണെന്നാ ചോദ്യം. ഈസിയാ, നോക്കിക്കേ. ബി പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ B ആണ്. B പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ B വരണമെങ്കിൽ ആര് വേണം? അവിടെ B ആന്റിജൻ വേണം. അത് കൂടാതെ പോസിറ്റീവ് ആണെങ്കിൽ ആര് വേണം? ആന്റിജൻ D അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ, ആന്റിബോഡി നേരെ വിപരീതം എഴുതുക, A ആയിരിക്കും. സെറ്റ് ആയല്ലോ? ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അതെ, ആ 2 മാർക്ക് വേറെ ആർക്കും ഉള്ളതല്ല, നിങ്ങൾക്കുള്ള 2 മാർക്സ് തന്നെയാണ്. യെസ്, അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. എത്ര ട്വിസ്റ്റഡ് ആയിട്ടാണ് ശരിക്കും ചോദിക്കുന്നത് പല ക്വസ്റ്റ്യൻസും. എസ്പെഷ്യലി എനിക്ക് ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ, ഞാൻ ഇപ്പോഴും അതൊന്നും വിട്ടു പോന്നിട്ടില്ല. ബ്ലഡ് ഗ്രൂപ്പ് ആ മാച്ചിങ് ചോദിച്ചത് റിസീവ്ഡ് ബ്ലഡും റെസിപ്പിയന്റും ശരിക്കും അതുപോലെ നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പല ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ വളരെ കെയർഫുൾ ആയിട്ട് വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ 1 മാർക്കിൽ പ്രത്യേകം ചെയ്യേണ്ട കാര്യം. അത് മാത്രമല്ല മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചും കൂടി ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എളുപ്പം നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫുൾ മാർക്ക് വാങ്ങാനും ഒന്നും നിങ്ങൾക്ക് പറ്റില്ല. ഓണം എക്സാമിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സാധാരണ പോലത്തെ വളരെ ഈസി ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയല്ല വരിക. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസിൽ വരുത്തും. കാരണം പൊതുവേ എക്സാം ഈസി ആയൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അത് മാറ്റാൻ എന്തായാലും അവർ ശ്രമിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. ഇത് കൂടാതെ ഏതും ചോദിക്കാം, ഇത് മാത്രമേ ചോദിക്കൂ എന്നുള്ളതല്ല. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻസിന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെ, അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുക. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ചെയ്യുക, ഉത്തരം സ്വന്തമായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. ഒന്നുമില്ല, പേടിക്കേണ്ട, നമ്മൾ ഉണ്ട് ഇവിടെ, മാരത്തോൺ ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ എക്സാം സെറ്റ് ആയിരിക്കും, ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.